അങ്ങനെ അടുത്തൊരു മത്സരം കൂടി മുംബൈ ഇന്ത്യൻസ് തോറ്റിരിക്കുകയാണ്. വല്ലാത്തൊരു തോൽവിയാണ് മുംബൈ ഇന്ന് ഏറ്റുവാങ്ങിയത്. IPLന്റെ ചരിത്രം തന്നെ SRH തിരുത്തി കുറിച്ചു. ഇതിനു വലിയ നാണക്കേടിനി മുംബൈക്ക് കിട്ടാനില്ല. പാണ്ഡ്യക്കെതിരെ വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്ന് കളി ജയിച്ച ശേഷം SRH ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. SRH മികച്ച വിജയമാണെന്ന് സ്വന്തമാക്കിയത്. മുംബൈയെ പോലെ ഒരു ടീമിനെതിരെയാണ് ഈ ഒരു വിജയം നേടിയിരിക്കുന്നത്. ഇന്ന് കളി ജയിച്ച ശേഷം പാറ്റ് കമിൻസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ക്യാപ്റ്റൻസിയിലാണ് ഈ ഒരു വിജയം നേടിയിരിക്കുന്നത്, അതും മുംബൈയെ പോലെ ഒരു ടീമിനെതിരെ. അവരെങ്ങനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. മികച്ച ബാറ്റിംഗാണ് ഞങ്ങൾ പുറത്തെടുത്തത്. ബാറ്റ്സ്മാൻമാർക്കാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. പക്ഷേ മുംബൈ ടീമും മികച്ചവരാണ്, പ്രത്യേകിച്ച് രോഹിത് ശർമ്മ. രോഹിത് ഒന്ന് ആഞ്ഞടിച്ചാൽ ശരിക്കും ഞങ്ങൾ കളി തോറ്റേനെ. പക്ഷേ ഞങ്ങൾ രോഹിത്തിനെ ഫോമാകാൻ അനുവദിച്ചില്ല. അതുകൊണ്ട് കളി ഞങ്ങൾ ജയിച്ചു. ക്ലാസിൻ്റെ ബാറ്റിംഗ് അവിശ്വസനീയമായിരുന്നു. വളരെ ഈസി ആയിട്ടാണ് അവൻ കളിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പണിങ്ങിൽ ട്രേവിസ് ഹെഡും, അവനാണ് ഞങ്ങൾക്ക് ഊർജ്ജം തന്നത്. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരുന്ന മാച്ചിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് പാറ്റ് കമിൻസ് വ്യക്തമാക്കി. മുംബൈ ആരാധകർ നിരാശയിലാണ്. അടുപ്പിച്ച് രണ്ടാം മത്സരവും തോറ്റിരിക്കുകയാണ്. 277 റൺസാണ് SRH അടിച്ചുകൂട്ടിയത്. പാണ്ഡ്യയുടെ അഹങ്കാരം മാറിക്കിട്ടിയെന്നാണ് ആരാധകർ പറയുന്നത്. രോഹിത് ശർമ്മയെ വീണ്ടും ക്യാപ്റ്റനാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മുംബൈ ഇന്ത്യൻസ് ഒരു മാച്ച് പോലും ജയിക്കുമോ എന്നത് സംശയമാണ്. പാണ്ഡ്യ വളരെ മോശം ക്യാപ്റ്റൻസിയാണ് കാഴ്ചവെക്കുന്നത്. ബുംറയെ പോലെ ഒരു മികച്ച ബോളർ ഉണ്ടായിട്ടും താരത്തിന് വേണ്ട അവസരങ്ങൾ കൊടുക്കുന്നില്ല. ബുംറയ്ക്ക് ഒരു വില ഹാർദിക് പാണ്ഡ്യ കൽപ്പിക്കുന്നില്ല. രോഹിത്തിൻ്റെ വിശ്വസ്തനായിരുന്നു ബുംറ, എന്നാൽ പാണ്ഡ്യയ്ക്ക് ബുംറയെ ആവശ്യമില്ല. ഇന്ന് മുംബൈ കളി തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.